മകയിരം നക്ഷത്രക്കാരുടെ ഉള്ളിലുള്ള മൃഗം പെൺസർപ്പമാണ്. മൂർഖൻ. മകയിരം എന്നാൽ മൃഗശിരസ്, മാനിൻ്റെ തല എന്നാണ് അർത്ഥം. മാൻ കാട്ടിലെപ്പോഴും ജാഗ്രതയോടെ നടക്കും. ചെറിയ ശബ്ദം കേട്ടാൽ ഓടും. ഇര തേടും, അപകടത്തിൽപ്പെടില്ല. അതുപോലെ തന്നെയാണ് സർപ്പവും. നാക്ക് നീട്ടി കാര്യങ്ങൾ മനസ്സിലാക്കും. ജാഗ്രതയോടെ ഇരിക്കും. ഇരയെ കണ്ടാൽ പെട്ടെന്ന് കീഴടക്കും. രണ്ടുപേരും ജാഗ്രതയുള്ളവരാണ്. എപ്പോഴും അന്വേഷിച്ച് നടക്കും. മകയിര നക്ഷത്രക്കാർ സംശയമുള്ളവരാണ്. ആരെയും പെട്ടെന്ന് വിശ്വസിക്കില്ല. അന്വേഷണം നടത്തിയേ വിശ്വസിക്കും. ദേഷ്യം വന്നാൽ ആലോചിക്കാതെ വാക്കുകൊണ്ട് കൊത്തും. പിന്നെ പശ്ചാത്തപിക്കും. ഒരു സ്ഥലത്ത് അടങ്ങിയിരിക്കില്ല. യാത്ര തന്നെ യാത്ര. പുതിയ അറിവിനെ തേടി നടക്കും. മനസ്സിലെ വിഷമം ആരോടും പറയാൻ ഇഷ്ടമില്ലാത്തവരാണ്. ചിരിച്ചുകൊണ്ട് സങ്കടം ഉള്ളിലൊതുക്കും. ജീവിതത്തിൽ പലതവണ ജോലി മാറും, സ്ഥലം മാറും, സൗഹൃദം മാറും, പുതിയ ആളായും മാറും. പകയുണ്ടായാൽ മറക്കുകയില്ല. രോഹിണിയേക്കാൾ പക കൂടും. കാരണം രോഹിണിയെ ഭരിക്കുന്നത് ചന്ദ്രനും മകയിരത്തെ ഭരിക്കുന്നത് ചൊവ്വയുമാണ്. ചന്ദ്രൻ സൗമ്യനാണ്, ചൊവ്വയാകട്ടെ അഗ്നിയും. അപകടകാരിയാണ്. പെട്ടെന്ന് പ്രതികരിക്കും, വഴക്കുണ്ടാക്കും. ബുദ്ധി, വശ്യത, രഹസ്യം സൂക്ഷിക്കൽ, കാമം ഇവയെല്ലാം രണ്ടുപേർക്കുമുണ്ട്. മകയിര നക്ഷത്രക്കാർ ബുദ്ധിശാലികളാണ്. പക്ഷേ സംശയം കാരണം മനസ്സമാധാനം നഷ്ടപ്പെടും. മനസ്സ് മാനിനെ പോലെ ഓടിക്കൊണ്ടിരിക്കും. തീരുമാനമെടുക്കാൻ പ്രയാസമാണ്. വാഗ്ദോഷം കാരണം ബന്ധങ്ങൾ നഷ്ടപ്പെടാൻ സാധ്യതയുമുണ്ട്. ഇവർക്ക് സിക്സ്ത് സെൻസ് ഉണ്ട്. അപകടം മുൻകൂട്ടി അറിയും. എലിയെ പാമ്പ് പിടിക്കുന്നത് പോലെ സത്യം അന്വേഷിച്ച് കണ്ടുപിടിക്കും. വളരെ ധൈര്യശാലികളുമാണ്. മകയിര നക്ഷത്രക്കാർക്ക് ചെറിയൊരു ഉപദേശം നൽകാം. നക്ഷത്രനാഥൻ സുബ്രഹ്മണ്യൻ അഥവാ കുജൻ ആകയാൽ ചൊവ്വാഴ്ച ഷഷ്ഠി വ്രതം നോക്കാം. നാവിനെ നിയന്ത്രിക്കാൻ ശ്രമിക്കണം. ഇവരുടെ ശത്രു വാക്കാണ്. ദിവസം 10 മിനിറ്റ് മൗനവ്രതം അനുഷ്ഠിക്കണം. കണ്ണടച്ച് ഓം കുജായ നമ 9 പ്രാവശ്യം ജപിക്കണം. ഈ വീഡിയോ മറ്റു മകയിര നക്ഷത്രക്കാരിലേക്കും എത്തിക്കാൻ ശ്രമിക്കുമല്ലോ. ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക.